നമുക്കൊപ്പം ഇപ്പോൾ CPIM-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ A.T. റജി ചേരുകയാണ്. ശ്രീ A.T. റജി, ഗുഡ് ഈവനിംഗ്. സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊണ്ടുവരുന്നു എന്നുള്ളത് പ്രഖ്യാപിച്ചതേ ഉള്ളൂ. അതിനു മുൻപ് സർക്കാർ അറിയാതെ ഈ ഫോമൊക്കെ എവിടെ നിന്ന് വന്നു? ഉത്തരവുണ്ട്. ഇത്തരം അപേക്ഷകൾ പഞ്ചായത്ത് മുഖേനയാണ് നടപ്പാക്കുന്നതെന്നുള്ള ഉത്തരവുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതിന്റെ ചുമതല. അതിന്റെ സൈറ്റ് ഓപ്പൺ ആകുന്നതേ ഉള്ളൂ. ഞങ്ങളിത് ഗവൺമെന്റ് പ്രഖ്യാപിച്ച സമയത്ത് നടത്തിയൊരു ക്യാമ്പയിനാണത്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിനും അവരോട് ഇതിന്റെ ഫോറങ്ങൾ തയ്യാറാക്കി വെക്കുന്നതിനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പുമല്ല. ഈ ഫോം ഇറങ്ങിയില്ലല്ലോ. ഈ ഫോം എവിടെ നിന്ന് ഇറങ്ങിയതാണ്? ഞങ്ങളൊരു ഡാറ്റ കളക്ഷൻ നടത്തുന്നത് നിങ്ങളുണ്ടാക്കിയ ഫോമാണ് ശ്രീ റജി, നിങ്ങളുണ്ടാക്കിയ ഫോമാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഡാറ്റ കളക്ഷനാണ്. ആർക്കൊക്കെയാണ് ഇത് അർഹതപ്പെട്ടത്. അങ്ങനെ ഈ സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഓൺലൈൻ അപേക്ഷകളാണല്ലോ എല്ലാം. കേസ്മാർട്ട് മുഖേനയാണ് നടപ്പാക്കേണ്ടത്. സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. സ്വാഭാവികമായി LDF-ന്റെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള പ്രഖ്യാപിച്ചൊരു പദ്ധതി എന്ന നിലയിൽ പക്ഷേ പദ്ധതി പ്രഖ്യാപിച്ചാൽ ശ്രീ റജി, പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ പദ്ധതിക്കുള്ള പെർഫോമ, അതുപോലെ തന്നെ പദ്ധതിക്കുള്ള അപേക്ഷാ ഫോം അതെല്ലാം തയ്യാറാക്കാനും പ്രഖ്യാപിച്ച സർക്കാരിന് അറിയാം. നമ്മളെല്ലാവരും കൂടി തെരഞ്ഞെടുത്ത ഒരു സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ നിങ്ങളൊരു ഇങ്ങനൊരു സാധനം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഞങ്ങൾ ഒരു തെറ്റിദ്ധാരണയില്ല. ഞങ്ങൾ ഇവിടെ ഈ നാട്ടിലുള്ള ആരൊക്കെയാണ് ഇതിന് അർഹതപ്പെട്ടത് എന്നൊരു വിവരശേഖരണം മാത്രമേ ഈ നാട്ടിൽ നടക്കുന്നുള്ളൂ. ഞങ്ങൾ ആരുടെയും ഫോറം പൂരിപ്പിക്കുന്നില്ല, അപേക്ഷ പൂരിപ്പിക്കുന്നില്ല. ശരി, തുടരണേ ശ്രീ A.T. റജി. നിങ്ങൾ അത് മാത്രമാണോ ചെയ്തത് എന്നുള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ. വഴിക്കടവ് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ശ്രീ ഉസ്മാൻ ചേരുകയാണ്. വഴിക്കടവ് പഞ്ചായത്ത് ട്രഷറർ കൂടിയാണ് ഉസ്മാൻ. ശ്രീ ഉസ്മാൻ, A.T. റജി പറയുന്നു ഞങ്ങളിത് വിവരങ്ങളൊക്കെ ഒന്ന് ശേഖരിക്കാൻ ഞങ്ങൾ അടിച്ചുണ്ടാക്കിയ ഒരു നോട്ടീസാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചുണ്ടാക്കിയ ഒരു വിവരശേഖരണ ഫോമാണ് എന്ന്. ഉസ്മാൻ കണ്ടിട്ട് അങ്ങനെയാണോ തോന്നിയത്? ശ്രീ ഉസ്മാൻ, കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ A.T. റജി പറഞ്ഞത്, CPIM-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞത്, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഫോമാണ്. എന്തായാലും പദ്ധതി വരികയാണല്ലോ, ആ പദ്ധതി വരുമ്പോഴേക്ക് അർഹതപ്പെട്ടവരെയൊക്കെ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ വിവരശേഖരണത്തിന് ഉണ്ടാക്കിയ ഒരു കടലാസാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടല്ലോ. ഈ സാധുക്കളായിട്ടുള്ള സ്ത്രീകളെ അടുത്ത് ചെന്നിട്ട് ഇവർ ഒപ്പിട്ട് ഫോട്ടോ ഒക്കെ വാങ്ങി ഇവരെ കസ്റ്റഡിയിൽ സർക്കാർ സംവിധാനം, സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ കസ്റ്റഡിയിൽ വാങ്ങി വെക്കാൻ ഇവർക്കാരും അധികാരം കൊടുത്ത് ഇവരാളുകളെ പറ്റിക്കാണ്. പഞ്ചായത്തിൽ ഈ തീർച്ചയായിട്ടും സേവനമല്ല, ഇതൊരു ചീറ്റിംഗ് ആണ്. വോട്ടർ ചീറ്റ് ബീഹാറിലൊക്കെ ചെയ്യണമാർക്ക് ഇവിടെ വേറെ രീതിയിലുള്ള ചീറ്റിംഗ് നടത്തുകയാണ്. കാരണം ഈ സ്ത്രീകളോട് പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ ഒപ്പിട്ട് തന്നെ ഇവരെ കയ്യിൽ ഫോം വാങ്ങിയേക്കാം. സർക്കാരിന്റെ ഒരു കാര്യം, ഇവരെന്താ അക്രഡിറ്റേറ്റ് ഏജൻസി ആണോ ഫോമൊക്കെ വാങ്ങി പൂരിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിയേക്കാൻ? ഞാനത് ചോദിച്ചു. അപ്പോൾ അവര് വെറും സേവനം, സഹായം അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞത്. മാഡം, ഇപ്പൊ നമ്മൾ റിപ്പോർട്ടർ ചാനലിന്റെ ആളുകളെ നേരിട്ട് ക്ഷണിക്കുകയാണ്. ഒരുപാട് സ്ത്രീകളെ നിങ്ങളെ മുന്നിൽ ഹാജരാക്കാൻ റെഡിയാണ്. ഇവരെ പറ്റിച്ചിട്ടില്ല ആളുകളെ ഇങ്ങനെ ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലേ. 1000 രൂപ കിട്ടും. പഞ്ചായത്തിൽ ഇടതുപക്ഷ അധികാരത്തിൽ വന്നാലേ കിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞു കൊടുത്തിട്ടില്ലേ. അപ്പൊ വോട്ട് അതായത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചാൽ, വഴിക്കടവിൽ ജയിച്ചാൽ ഈ കാശ് കിട്ടും അങ്ങനെയാണ് പറഞ്ഞിട്ട്. വഴിക്കടവിൽ മാത്രമല്ല, നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 6 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇവരിത് ചെയ്തിട്ടുണ്ട്. ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. ഉസ്മാൻ തുടരണേ. ശ്രീ A.T. റജി നമുക്കുണ്ട്. ശ്രീ A.T. റജി, നിങ്ങൾ 1000 രൂപ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഈ ഫോട്ടോയും ഒപ്പും ഫോം പൂരിപ്പിക്കലും ഒക്കെ ചെയ്തതെന്നാണ് ഉസ്മാൻ പറയുന്നത്. അത് ഒരിടത്ത് മാത്രമല്ല, ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പലയിടത്തും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റല്ലേ റജി? ഗവൺമെന്റ് ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചെല്ലാം നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. 2000 രൂപ 600 രൂപയിൽ നിന്ന് 2000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കുക, അത് കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും നടപ്പാക്കും. അതുകൊണ്ട് സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കും. LDF-ന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി ഫലപ്രദമായി നടപ്പാക്കണം. അതിന് അർഹതപ്പെട്ടവരെ ഒരു വിവരം ശേഖരിക്കണം. അത് ഞങ്ങളുടെ രാഷ്ട്രീയ ചുമതലയല്ലേ. എന്നാലും തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ കൊടുക്കാമെന്നൊക്കെ പറയുന്നത് അതൊരു നീട്ടിയേറല്ലേ? കാരണം സർക്കാർ പോലും അത് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നാട്ടിൽ ഇതിന് അർഹതപ്പെട്ട ആരൊക്കെയുണ്ട് അവരെ ഒന്ന് കണ്ടെത്താനും അതിന്റെ വിവരം ശേഖരിക്കാനും വേണ്ടിയിട്ടാണ്. ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ അവരുടേതാണെന്ന് പറഞ്ഞ് നാട്ടിൽ നടപ്പാക്കുന്ന ഒരു കാലമാണത്. അതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച LDF-ന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഞങ്ങൾ ആരോടും ഒരു ആളുകളെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഒരാളെ പറ്റിച്ചിട്ടില്ല. ഞങ്ങൾ നാട്ടിൽ ഇത് 35 വയസ്സിനും 60 വയസ്സിനിടയിൽ എത്ര സ്ത്രീകളുണ്ടെന്നൊരു വിവരം ശേഖരിക്കുന്നതിൽ എന്ത് ഇലക്ഷൻ ലംഘനമുള്ളത്? ഒരു ലംഘനവും ഇല്ല. പക്ഷേ അതിൽ സർക്കാരിന്റെ ഫോം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫോം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞങ്ങൾ ഒരു സർക്കാരിന്റെ ഫോം പൂരിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു അപേക്ഷാ ഫോറവും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ വിവരശേഖരണമാണ്. ഞങ്ങൾ നാട്ടിൽ ഇങ്ങനത്തെ എത്രയോ വിവരശേഖരണം നടത്തുന്നുണ്ട്.
ഓക്കെ, ശ്രീ റജി തുടരുക. ഞാൻ ഉസ്മാനോടൊന്ന് ചോദിക്കട്ടെ. ഉസ്മാൻ, ഇതൊരു വിവരശേഖരമാണ്. 35-നും 60-നിടയിൽ പ്രായമുള്ള എത്ര സ്ത്രീകൾ നാട്ടിലുണ്ട് എന്നൊരു വിവരം ശേഖരിച്ചതാണ്. ഇത് തെറ്റല്ല. അത് നിങ്ങളെയും മൊത്തം ഇത് കേൾക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ കേൾവിക്കാരെയും മൊത്തം ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ, അങ്ങനെ വിവരം ശേഖരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ സംസ്ഥാന സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ കേസ് കൊടുക്കൂ. കേസ് കൊടുക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. തീർച്ചയായിട്ടും കൊടുക്കും. ഞങ്ങൾ ഇലക്ഷന് ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവര് ചെയ്യുന്ന തെറ്റല്ലേ? ഇവര് ഈ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇവർക്ക് മാത്രം വിവരശേഖരണം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ RSSന്റെ മറ്റൊരു പതിപ്പല്ല ഇവരോട് ചെയ്യണം. ഇവർക്ക് അധികാരം ഉണ്ട് വെച്ചാൽ ഇവർ മാത്രം വിവരം ശേഖരിക്കുന്ന, ബാക്കിയുള്ള സാമൂഹ്യ സേവനം നടത്തുന്ന ഞങ്ങൾക്കൊക്കെ സർക്കാർ അതിന് ഇത് തരണ്ടേ? നിങ്ങൾ ശേഖരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല, നിങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതിയൊക്കെ ലീഗിന്റെ പദ്ധതിയാക്കി അവിടെയൊക്കെ അവതരിപ്പിക്കുന്നു എന്നുകൂടി ശ്രീ റജി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് വ്യക്തമായ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കാനും ഇപ്പൊ ഞങ്ങളെ ബൈത്തുൽ റഹീം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവര് പൈസ തന്നിട്ടാണോ അല്ലെങ്കിൽ ഇവര് തന്നിട്ടാണോ ഞങ്ങൾ നടത്തുന്നത്? എന്തായാലും ഈ വിഷയത്തിൽ നിയമപരമായി നീങ്ങും ഉസ്മാൻ. കാരണം സർക്കാരിന്റേതെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് നിങ്ങൾക്ക് നിയമപരമായി തന്നെ നേരിടാൻ കഴിയുന്ന സാധ്യത ഇതിലുണ്ട്. ഇതിന്റെ പുറത്ത് ഞങ്ങൾ റിക്വസ്റ്റ് ഉണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ ബന്ധപ്പെട്ട റിപ്പോർട്ടർമാരെ ഞങ്ങൾ വഴിക്കടവിലേക്ക് ക്ഷണിക്കണം. വഴിക്കടവിലേക്ക് വന്നല്ലോ. അഷ്കർ അലി ഉണ്ട്. അഷ്കർ അലി വഴിക്കടവിൽ പോയിരുന്നില്ലേ? കാണിച്ച ഈ സ്ത്രീകളൊക്കെ കാണിച്ചു കൊടുക്കാം. 100-ലധികം സ്ത്രീകൾ ഇവർ ഒപ്പിട്ട് വാങ്ങിയ ആൾക്കാരെ നേരിട്ട് കാണിച്ചു കൊടുക്കാം. അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ അങ്ങോട്ടേക്ക് വരും. അഷ്കർ, വഴിക്കടവിന് പോയില്ലെങ്കിൽ ആ വഴി ഒന്ന് പോകണം. അവിടെ ഈ തട്ടിപ്പെന്നാണ് ലീഗ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. തട്ടിപ്പിനിരയായ സ്ത്രീകളടക്കം ഇപ്പോൾ കാശ് കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അഷ്കർ, സുജ, വഴിക്കടവിൽ ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ഈ ഫോം വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മൾ വഴിക്കടവ് പഞ്ചായത്ത് സെക്രട്ടറിയുമായും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ ഫോം എന്ന് പറയുന്നത് വിവരശേഖരണമായിട്ടല്ല, നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷാ ഫോം എന്ന് പറഞ്ഞ് അതിൻ്റെ സർക്കുലറിൻ്റെ നമ്പർ അടക്കം ആ ഫോമിൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോമാണ് വിതരണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ സർക്കാരുകൾ നൽകുന്ന ഫോമിൻ്റെ മാതൃകയിൽ സത്യപ്രസ്താവന, ഓഫീസ് ആവശ്യത്തിന് എന്ന പേരിൽ അതിൻ്റെ ഒരു ഭാഗമുണ്ട്. അതിനോടൊപ്പം കൊടുക്കേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ, അതിനോടൊപ്പം തന്നെ അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ, അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഫോട്ടോയും അവരുടെ മുൻപ് ഏതെങ്കിലും ഇപ്പോൾ അഷ്കർ അലി കരിമ്പ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി MP രാജേഷിന്റെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പാണ്. ഇങ്ങനെയൊരു ഫോം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്ത് ഒരിടത്തും കൊടുത്തിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു, പോർട്ടലൊക്കെ തയ്യാറായിട്ടുണ്ട്. പക്ഷേ പോർട്ടൽ തയ്യാറാണ് എന്ന അനൗൺസ്മെന്റും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും വരിക. അപ്പോൾ അതിന് മുന്നോടിയായി തങ്ങൾ നടത്തിയ ഒരു വിവരശേഖരണം എന്നതാണ് ഇപ്പോൾ CPIMന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി റജി നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും, നിങ്ങൾക്ക് പണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഫോം, അത് സർക്കാർ ഇറക്കിയ ഫോമല്ല, അത് CPIM സ്വന്തമായി തയ്യാറാക്കിയ ഫോമാണെന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അഷ്കർ, അപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത, ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി തന്നെ പറയുകയാണ്. അത് അവർ തയ്യാറാക്കിയ ഫോമാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഫോം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് വിതരണം ചെയ്തിട്ടില്ല എന്ന് മന്ത്രിയുടെ ഓഫീസും അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതിയൊക്കെ വരും, പക്ഷേ ഇപ്പോൾ വന്നിട്ടില്ല. അതല്ലേ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഒരു അറിയിപ്പ്. അഷ്കർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഈ ഫോം വ്യാജമാണ്, ആരും അതിൽ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ് തദ്ദേശ വകുപ്പിൽ നിന്ന്, ഓഫീസിൽ നിന്നുള്ള വിവരം അത് ശരിവെക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും ഈ വിധത്തിൽ വ്യാജ ഫോമുകൾ ഉപയോഗിച്ച് വിവരം ശേഖരിക്കുകയോ ഇല്ലെങ്കിൽ അത്രയും വാഗ്ദാനം നൽകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം തന്നെയാണ്. അത് വിവരശേഖരത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അത്തരം ഫോമുകൾ വിതരണം ചെയ്യാനോ വാഗ്ദാനം ചെയ്യാനോ പാടില്ല. മലപ്പുറം ജില്ലാ കളക്ടർ അല്ലെങ്കിൽ മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ നേതൃത്വത്തിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് മോണിറ്ററിംഗ് സമിതിയുണ്ട്. ആ യോഗത്തിൽ പോലും കൃത്യമായി ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്, ഇങ്ങനെ ആരെങ്കിലും ഫോമുകളുമായി വന്നാൽ പോലും അത് സ്വീകരിക്കരുത് എന്നുള്ള നിർദ്ദേശം തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാർക്കൊക്കെ തന്നെ ഓരോ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അത് ഏത് പാർട്ടിയാണെങ്കിലും അത് ചെയ്യുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്, നിയമലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിൽ സർക്കാരിന്റെ രേഖകൾക്ക് സമാനമായ രീതിയിൽ ഫോമുകൾ നിർമ്മിക്കുന്നത് തന്നെ അത് വ്യാജരേഖ നിർമ്മാണ കുറ്റത്തിന് സമാനമായ കുറ്റമാണ്. മാത്രമല്ല, അവരുടെ ഫോട്ടോ അടക്കമുള്ള അവരുടെ തിരിച്ചറിയൽ രേഖകളും അവരുടെ ഐഡന്റിറ്റി രേഖകളും ഒക്കെ തന്നെ ശേഖരിക്കുന്നതും അത് അത്തരത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത് പോലും നിയമ നടപടികൾക്ക് വിധേയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വഴിക്കടവ് ഉൾപ്പെടെ മലപ്പുറം ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായി പാർട്ടി സംവിധാനങ്ങൾ വഴി, അത് ഏത് പാർട്ടിയുടെ സംവിധാനങ്ങൾ വഴിയാണെങ്കിലും ഇത്തരത്തിൽ വ്യാജ ഫോമുകൾ ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നതും പൂരിപ്പിച്ച് വാങ്ങുന്നതും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവത്തിൽ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഏറ്റവും നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇതെങ്കിലും ഫോം
വിധത്തിലല്ല. ഈ അപേക്ഷ നൽകണമെങ്കിൽ തന്നെ അത് സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയാണ് ഇതിന്റെ ഫോമുകൾ. മന്ത്രി എം പി രാജേഷിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ വിതരണം ചെയ്തത് വ്യാജ ഫോമാണ് എന്നത് വ്യക്തമാവുകയാണ്. അത് വിവരശേഖരണത്തിനായി കൊടുത്തതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്താണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ഫോം വിതരണം ചെയ്തതെങ്കിൽ അത് തെറ്റാണ്. ഫോം വിതരണം CPIM ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോം കൊടുത്തു. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ വിവരശേഖരണമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു വിവരശേഖരണം നടത്താൻ ഒരു പാർട്ടിക്ക് ചുമതല കൊടുത്തിട്ടുണ്ടോ? ആ ചോദ്യത്തിന് മറുപടി വേണം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.